ഫൈൻ. അപ്പൊ ഫൊറിയർ ട്രാൻസ്ഫോം എന്താണ്? നമ്മുടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് നോക്കാം. ഫൊറിയർ ട്രാൻസ്ഫോം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഫോർമുലകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ കൂടെ ഇതിന്റെയൊക്കെ പ്രോപ്പർട്ടിയും കൂടെ നമുക്ക് പഠിക്കാം. ഓക്കെ, ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ. ഫൊറിയർ ട്രാൻസ്ഫോം, ഒരു ഫംഗ്ഷന്റെ ഫൊറിയർ ട്രാൻസ്ഫോം. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷന്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഡിഫൈൻഡ് ടു ബി എഫ് ഓഫ് എസ്. എഫ് ഓഫ് എസ് ക്യാപിറ്റൽ എഫ് ആണ്. സ്മോൾ എഫിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ക്യാപിറ്റൽ എഫ് ആയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അത് ഇനി മുതൽ ഫംഗ്ഷൻ ഓഫ് സ്മോൾ എസ് ആണ്, എക്സ് അല്ല എസ് ആണ്. അതാണ് എഫ് ഓഫ് എസ് എന്ന് മാർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാം? വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട് ബൈ ഇന്റഗ്രേറ്റിംഗ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ എഫ് ഓഫ് ടീനെ, അതായത് എക്സിന്റെ സ്ഥാനത്ത് ടി കൊടുക്കണമെന്നാണ് കേട്ടോ. എക്സിന്റെ സ്ഥാനത്ത് ടി കൊടുക്കുക. എഫ് ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു ഐ ഇൻറ്റു എസ് ഇൻറ്റു ടി. ഐ നിങ്ങൾക്ക് എന്തെന്നറിയാം? കോംപ്ലക്സ് നമ്പർ ആണെന്നറിയാം. ഇവിടെ എസ് ഒരു കോൺസ്റ്റന്റ് എന്നുള്ള നിലയിൽ കണ്ടാൽ മതി. ടി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം വേരിയബിൾ ആണ്, ടി ടി. ഓക്കെ, ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇ റൈസ് ടു ഐ എസ് ടി ഡി ടി. ഐ എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പർ ആണ്. ഡൺ. അപ്പൊ ഇതാണ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ. ഡൺ. അപ്പൊ നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു, ക്യാപിറ്റൽ എഫ് കണ്ടുപിടിച്ചു. ഇനി തിരിച്ച് നമുക്ക് സ്മോൾ എഫ് തിരിച്ച് കണ്ടുപിടിക്കാം. അതായത് ഫൊറിയർ ട്രാൻസ്ഫോം ക്യാപിറ്റൽ എഫ് തന്നിട്ടുണ്ടെങ്കിൽ സ്മോൾ എഫ് കണ്ടുപിടിക്കാനുള്ള പ്രോസസ്. സ്മോൾ എഫ് കണ്ടുപിടിക്കാനുള്ള പ്രോസസ്, അതായത് തിരിച്ചു പോകുന്ന പ്രോസസ്സിനെ നമ്മൾ എപ്പോഴും ഇൻവേഴ്സ് എന്നാണ് വിളിക്കുന്നത്. സോ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം. Inverse Fourier transform of capital F of S. Capital F of S ന്റെ inverse Fourier transform ആണ് അടുത്ത് പറയാൻ പോകുന്നത്. It is defined to be എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. എഫ് ഓഫ് എക്സിൽ നിന്ന് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഉണ്ട്. ഇനി ക്യാപിറ്റൽ എഫ് ഓഫ് എസിൽ നിന്ന് അതിൻ്റെ അകത്തുള്ള സ്മോൾ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു 1/2 പൈ integral minus infinity to infinity f of s into e raised to minus I s x ds. നിങ്ങൾ നോക്കണം, ഇവിടെ എക്സ് വന്നിട്ടുണ്ട്. ഐ എന്താണെന്ന് അറിയാം, എക്സ് വന്നിട്ടുണ്ട്. ഈ എക്സിനെ കോൺസ്റ്റന്റ് ആയി കണ്ടുകൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. എക്സിനെ കോൺസ്റ്റന്റ് ആയി കണ്ടുകൊണ്ട് ഇന്റഗ്രേറ്റ്. Done. ഇതാണ് Fourier transform of a function, and the opposite process is inverse Fourier transform of a function. Done. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നു, ഇവിടെ ഉപയോഗിക്കുന്ന എസ് കോൺസ്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്ത് വേണം ഇന്റഗ്രേറ്റ് ചെയ്യാൻ. ഇവിടെ ഉപയോഗിക്കുന്ന എക്സ് കോൺസ്റ്റന്റ് എന്നുള്ള നിലയിൽ കണ്ട് വേണം ഇന്റഗ്രേറ്റ് ചെയ്യാൻ. അപ്പോഴേ നിങ്ങൾക്ക് ആൻസർ കിട്ടത്തുള്ളൂ. ഡൺ. ആൻഡ് ദിസ് ഇസ് Fourier transform of a function. Fourier transform of a function കഴിഞ്ഞു. Next we will be dealing with Fourier sine transform. Fourier sine transform. Fourier sine transform of a function. Fourier sine transform of a function എന്നാണ് ഇയാളെ പറയുന്നത്. And it is denoted by capital കാര്യം okay, Fourier transform of a function, transform of f of x. f of x എന്ന് പറയുന്ന ഫംഗ്ഷന്റെ Fourier sine transform. Fourier transform അല്ല, Fourier sine transform ആണ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എഫ് സഫിക്സ് എസ് ഓഫ് എസ്. കേട്ടല്ലോ, സൈനിനെ ഡിനോട്ട് ചെയ്യാനാണ് സ്മോൾ എസ് പറയുന്നത്. സൈനിനെ ഡിനോട്ട് ചെയ്യാനാണ് സ്മോൾ എസ് പറയുന്നത്. ജസ്റ്റ് എ സെക്കൻഡ്.
ഓക്കെ, ഫൈൻ. Fourier സൈൻ ട്രാൻസ്ഫോം ഓഫ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ്. അതിൽ ഡിനോട്ട് ചെയ്യുന്നത് എഫ് സഫിക്സ് എസ് ഓഫ് എസ് എന്നാണ്. ഈ സഫിക്സിൽ കിടക്കുന്ന എസ് സൈനിനെയാണ് കേട്ടോ ഡിനോട്ട് ചെയ്യുന്നത്. ഈ സഫിക്സിൽ കിടക്കുന്ന എസ് സൈനിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി, വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എസ് എക്സ്, സൈൻ എസ് എക്സ് ഡി എക്സ്. നോക്കണം, ഈ എസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. എസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയി കണ്ടുകൊണ്ട് വേണം ഇന്റഗ്രേറ്റ് ചെയ്യാൻ. എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എസ് എക്സ് ഡി എക്സ്. പക്ഷെ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ആണ്, അത് നോക്കുക. നൗ ഇൻവേഴ്സ് Fourier സൈൻ ട്രാൻസ്ഫോം, ഇൻവേഴ്സ് Fourier സൈൻ ട്രാൻസ്ഫോം of f s of s. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണം. ഓക്കെ, ഇൻവേഴ്സ് സൈൻ ട്രാൻസ്ഫോം. ഇൻവേഴ്സ് സൈൻ ട്രാൻസ്ഫോമിനെ പറ്റിയാണ് പറയുന്നത്. ഇൻവേഴ്സ് സൈൻ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ദാറ്റ് ഇസ് വി വിൽ ഗെറ്റ് ദാറ്റ് എഫ് ഓഫ് എക്സ് ബാക്ക്. നമുക്ക് ആ എഫ് ഓഫ് എക്സിനെ തിരിച്ചു കിട്ടും. എങ്ങനെ കിട്ടും? 2 by pi ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി, ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് സഫിക്സ് എസ് ഓഫ് എക്സ് സൈൻ എസ് എക്സ് ഡി എസ് എസ് വെച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എക്സിന്റെ എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട്, ഇവിടെ സ്മോൾ എസ് വേരിയബിളും എക്സ് കോൺസ്റ്റന്റ് ആയിരിക്കും ആഡ് ചെയ്യുന്നത്, ശ്രദ്ധിക്കണം. ഓക്കെ, സിമിലർലി നമുക്ക് ഇവിടെ നിന്ന് Fourier കൊസൈൻ ട്രാൻസ്ഫോം ഉണ്ടാക്കാം. സിമിലർ ഫോർമുലയാണ്. ഈ ഫോർമുലയിൽ ഓൾറെഡി എഴുതിയിട്ടുള്ള ഫോർമുലയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉണ്ടാക്കാൻ പറ്റും. Fourier കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്, Fourier കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. സൈൻ ട്രാൻസ്ഫോമിൽ കോസ് വന്നത് കണ്ടല്ലോ. കൊസൈൻ ട്രാൻസ്ഫോമിൽ വരുന്നത് സൈൻ ആയി, സോറി, സൈൻ ട്രാൻസ്ഫോമിൽ വന്നത് സൈൻ ആണ്. കൊസൈൻ ട്രാൻസ്ഫോമിൽ വരാൻ പോകുന്നത് കോസ് ആയിരിക്കും. എഫ് ഓഫ് സി എസ് എന്നായിരിക്കും വരുന്നത്. എഫ് ഓഫ് സി എസ് ആ സഫിക്സ് കോസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഫോർമുല വിൽ ബി ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എസ് എക്സ് ഡി എക്സ്. എസ് കോൺസ്റ്റന്റ് ആണ്, എക്സ് ആയിരിക്കും വേരിയബിൾ. സിമിലർ ഫോർമുലയാണ്. ഇവിടെ സൈനിന് പകരം ഇവിടെ കോസ് ആണെന്നേ ഉള്ളൂ, യാതൊരുവിധ വ്യത്യാസവും ഇല്ല. നൗ ഇൻവേഴ്സ് Fourier cosine transform, inverse Fourier cosine transform. ഇൻവേഴ്സ് Fourier കൊസൈൻ ട്രാൻസ്ഫോം, അതായത് കൊസൈൻ ട്രാൻസ്ഫോമിൽ തിരിച്ച് നമുക്ക് ഫംഗ്ഷൻ തിരിച്ചു കിട്ടണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സിമിലർ ഫോർമുലയാണ് 2 by pi ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് സി എസ് കോസ് എസ് എക്സ് ഡി എക്സ്. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, സി എക്സ് ഡി എസ്. അപ്പൊ ഇതാണ് ഇൻവേഴ്സ് Fourier കൊസൈൻ ട്രാൻസ്ഫോം. ഇതാണ്. അപ്പൊ ഇൻവേഴ്സ് Fourier സൈൻ ട്രാൻസ്ഫോമും Fourier കൊസൈൻ ട്രാൻസ്ഫോമും അതിന്റെയൊക്കെ ഇൻവേഴ്സ് ട്രാൻസ്ഫോമുകളും വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയുള്ള ഫോർമുല. അപ്പൊ നമ്മൾ മൊത്തം 6 ഫോർമുലയാണ് പഠിച്ചത്. Fourier ട്രാൻസ്ഫോം, ഇൻവേഴ്സ് Fourier ട്രാൻസ്ഫോം, Fourier സൈൻ ട്രാൻസ്ഫോം, Fourier കോസ് ട്രാൻസ്ഫോം, അതിന്റെയൊക്കെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം. പക്ഷെ ഈ ഒരു സീരീസ് ഒരു ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി രണ്ടുപേരെയും പഠിക്കാൻ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല.
കണ്ടുപിടിക്കാൻ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. വി ആർ ഡൺ വിത്ത് ഇറ്റ്. നൗ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഫൈനൈറ്റ് ഫോറിയർ ഇൻഫൈനൈറ്റ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. ഫോറിയർ സൈൻ ട്രാൻസ്ഫോം പഠിച്ചു. നിങ്ങൾ അവിടെ കണ്ടു കാണും. ഇന്റഗ്രേഷൻ 0 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫൈനൈറ്റ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ആണ്. ഫൈനൈറ്റ് ഫോറിയർ ട്രാൻസ്ഫോം ആണ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. പക്ഷേ എഫ് ഓഫ് എക്സിന്റെ എക്സ് വേരിയബിളിന് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അതായത് ആ പുള്ളിക്കാരൻ 0 മുതൽ സി വരെ പോകത്തുള്ളൂ എന്ന റെസ്ട്രിക്ഷൻ കാണും. 0 മുതൽ സി വരെ പോകത്തുള്ളൂ എന്ന റെസ്ട്രിക്ഷൻ കാണും. സോ ഹിയർ ഓക്കെ. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി, ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കാണുകയാക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഫൈനൈറ്റ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് എസ് എൻ. നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടാവും എൻ ആണ്. എൻ ഇസ് എൻ ഇന്റിജർ. എൻ ഒരു ഇന്റിജർ ആണ്. ആൻഡ് ഇറ്റ് ഇസ് 0 to c, 0 to integral 0 to c f of x sin n pi x by c dx. ഈ n പൈയും സിയും കോൺസ്റ്റന്റ് ആണ്. എക്സ് മാത്രമാണ് വേരിയബിൾ. അത് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് ഉത്തരം എഴുതുക. വേർ n is an integer. എന്നൊരു ഇന്റിജർ ആയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. കഴിഞ്ഞു. Now ഫൈനൈറ്റ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടു. അപ്പൊ ഇനി നേരെ ഇൻവേഴ്സ് ഫൈനൈറ്റ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ആയിരിക്കും. ഇൻവേഴ്സ് ഫൈനൈറ്റ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ആയിരിക്കും ഓഫ് എഫ് എസ് ഓഫ് എൻ. എഫ് എസ് ഓഫ് എന്നിന്റെ ഇൻവേഴ്സ് ഫൈനൈറ്റ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം നിങ്ങൾക്കറിയാം. അത് ചെയ്യുമ്പോൾ തിരിച്ചു കിട്ടുന്നത് എഫ് ഓഫ് എക്സ് ആയിരിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കാം? വളരെ എളുപ്പമാണ്. ദാറ്റ് ഇസ് 2/c. എന്താണ് സി എന്ന് നമുക്കറിയാം. എക്സിന്റെ അപ്പർ ലിമിറ്റ് ആണ് സി. സമ്മേഷൻ n equal to 1 to infinity f s n. എന്നിനെ ഏത് ഇന്റിജർ വാല്യൂ വേണോ സ്വീകരിക്കാം. എന്നിന് കൊടുക്കേണ്ട 1 മുതൽ 1, 2, 3 എക്സെട്ര ഇന്റിജർ വാല്യൂസ് എല്ലാം കൊടുക്കുക. ഇൻറ്റു സൈൻ n പൈ എക്സ് ബൈ സി. ഇതാണ് ഇൻവേഴ്സ് ഫൈനൈറ്റ് സൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല. അതായത് ഇവിടെ ഇന്റഗ്രേഷൻ ഒന്നുമല്ല, സമ്മേഷൻ ആണ്. ഇന്റഗ്രേഷൻ അല്ല, പകരം സമ്മേഷൻ ആണ്. അതൊന്ന് ശ്രദ്ധിക്കുക. എഫ് എസ് എൻ ഇതിലുള്ള എല്ലാ എലമെന്റ്സും നമുക്ക് അറിയാവുന്നതാണ്. വേറെ പുതുതായിട്ട് ആരുമില്ല. കഴിയും. That is finite Fourier sine transform and inverse finite Fourier sine transform. Now അടുത്ത ഫോർമുല നിങ്ങൾക്ക് ഊഹിക്കാവുന്നത് പോലെ that will be finite Fourier cosine transform. It is finite Fourier cosine transform of f of x. And x varies from 0 to c. നമുക്ക് അതെങ്ങനെ ഡിഫൈൻ ചെയ്യാം? That is denoted by f c of n. cosine transform ആണ്. അതിന്റെ c ആണ് അവിടെ കണ്ടത്. സിമിലർ ഫോർമുല ഇന്റഗ്രൽ 0 to c f of x into cos n pi x by c dx. സിമിലർ ഫോർമുല യാതൊരു വിധ വ്യത്യാസവും ഇല്ല. n is an integer. എന്നൊരു ഇന്റിജർ ആയിരിക്കും കാര്യം കഴിഞ്ഞു. Now inverse finite Fourier cosine transform.
ഓഫ് FCN. FCNന്റെ ഇൻവേഴ്സ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം. എന്താണ് ഫോർമുല? ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. നേരത്തെ ചെയ്ത പോലെ അത്ര ലാഘവത്തോടെ ചെയ്യാൻ പറ്റില്ല. f(x) ഞാൻ ആ ഫോർമുല ഈക്വൽ ടു നിങ്ങൾക്ക് അറിയാം, ദാറ്റ് വിൽ ബി 2/c ഇൻറ്റു സമ്മേഷൻ. പഴയതുപോലെ പഴയ ഫോർമുല സിമിലർ ആയിട്ട് 2/c ഇൻറ്റു സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity FC of n into cos n pi x by c. cos n pi x by c ഇതായിരിക്കും നമ്മുടെ ഫോർമുല. Therefore, പക്ഷെ ഇതിലൊരു ചെറിയ അഡിഷൻ കൂടെയുണ്ട്. ആ അഡിഷൻ എന്ന് പറയുന്നത് 1/c ഇൻറ്റു FC of 0. 1/c ഇൻറ്റു FC of 0. അതായത് ഇവിടെ n-ന് പകരം 0 കൊടുക്കണം, എന്നിട്ട് c കൊണ്ട് ഡിവൈഡ്. n-ന് പകരം 0 കൊടുക്കണം, എന്നിട്ട് c കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആ കിട്ടുന്ന ആളെ കൂടെ ഒന്ന് ആഡ് ചെയ്തേക്കണം. അപ്പൊ ഇതൊരു കോമൺ മിസ്റ്റേക്ക് വരാറുണ്ട്. കാരണം അവര് ഈ ഒരു പർട്ടിക്കുലർ ടേമിനെ ആഡ് ചെയ്യാൻ വിട്ടുപോകാറുണ്ട് ചിലർക്ക്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. f(x) ഈക്വൽ ടു 1/c ഇൻറ്റു FC of 0 പ്ലസ് 2/c സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity FC of n ഇൻറ്റു cos n pi x by c. ഡൺ. അപ്പൊ നമ്മൾ ഇത്രയും ഫോർമുലയുടെ കാര്യമാണ് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ്. അതായത് ഫൊറിയർ ട്രാൻസ്ഫോം സൈൻ ഒന്നും ഇല്ല കേട്ടോ. ഫൊറിയർ ട്രാൻസ്ഫോം, ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം, രണ്ട് ഫോർമുല. ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം, ഫൊറിയർ കോസ് ട്രാൻസ്ഫോം, അവരുടെ രണ്ടുപേരുടെ ഇൻവേഴ്സ്, 4 ഫോർമുല. അപ്പൊ 6 ഫോർമുലയായി മൊത്തം. എന്നിട്ട് ഫൊറിയർ ഫൈനൈറ്റ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം, ഇൻവേഴ്സ് ഫൈനൈറ്റ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം, ഫൈനൈറ്റ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം, ഇൻവേഴ്സ് ഫൈനൈറ്റ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം, അങ്ങനെ വീണ്ടും 4 ഫോർമുല. അങ്ങനെ 10 ഫോർമുലയാണ് നമുക്ക് ഈ സെക്ഷനിൽ പഠിക്കാനുള്ളത്. കഴിഞ്ഞു. ഈ സെക്ഷൻ ഇത്രയേ ഉള്ളൂ. 10 ഫോർമുല. ഈ ഒരു 10 ഫോർമുല ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഒരു സെക്ഷനിൽ പറയുന്നു. അപ്പൊ നമുക്ക് എന്താണ് റിവൈൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. ആദ്യം നമ്മൾ ഓയിലേഴ്സ് ഫോർമുല എന്താണ് നമ്മുടെ ഫൊറിയർ സീരീസിനുള്ള ഓയിലേഴ്സ് ഫോർമുല നമ്മൾ ഈ സെക്ഷനിൽ പഠിച്ചു. എന്നിട്ട് അത് ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്തു. അതിനുശേഷം നമ്മൾ അത് ജനറലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π എന്ന ഇന്റർവൽ അല്ല, 2c എന്ന ഇന്റർവൽ ആണെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ള നിലയിൽ അതിനെ ജനറലൈസ് ചെയ്തു. കഴിഞ്ഞു. അതിനുശേഷം ഈവൻ ഫംഗ്ഷൻ, ഓഡ് ഫംഗ്ഷൻ എന്ത് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു. അതിന്റെ കാര്യവും കഴിഞ്ഞു. പിന്നെ എന്താണ് ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻ, അതായത് സൈൻ ഉള്ള ആൾക്കാരെ എല്ലാം കളഞ്ഞിട്ട് ഒരു സീരീസ്, ഫൊറിയർ സൈൻ സീരീസ്. പിന്നെ എന്താണ് കോസ് ഉള്ള ആൾക്കാരെ എല്ലാം കളഞ്ഞിട്ട് ഫൊറിയർ കൊസൈൻ സീരീസ് എന്ന് പറഞ്ഞിട്ട് ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻസ് ഉണ്ടാക്കി. അതിന് ശേഷം വരുന്ന സെക്ഷനാണ് ഇത്. ഫൊറിയർ ട്രാൻസ്ഫോമുകൾ നോക്കണം. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാം. ഫൊറിയർ സൈനും ഫൊറിയർ ട്രാൻസ്ഫോമും ഫൊറിയർ സീരീസും തെറ്റിക്കപ്പെടാം. ഫൊറിയർ സീരീസ് എന്ന് പറഞ്ഞാൽ ഇതുവരെ പഠിച്ച കാര്യം. ഫൊറിയർ ട്രാൻസ്ഫോം വേറൊരു സാധനമാണ്. ഫൊറിയർ ട്രാൻസ്ഫോം അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫോർമുലകളാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത്. ഫൊറിയർ സീരീസ് വേറെ, ഫൊറിയർ ട്രാൻസ്ഫോമുകൾ വേറെ. ഒരിക്കലും അവരെ തമ്മിൽ മിക്സപ്പ് ചെയ്യരുത്. ഇത്രയാണ് പറയാനുള്ളത്. Now we will be dealing with some properties of Fourier transform. പ്രോപ്പർട്ടീസ് വലുതായിട്ടൊന്നുമില്ല കേട്ടോ. പ്രോപ്പർട്ടീസ് ഇതിന്റെ പ്രൂഫ് ഒക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ നമുക്കൊന്നും പഠിക്കണ്ട. പ്രോപ്പർട്ടീസ് ഓഫ് Fourier ട്രാൻസ്ഫോംസ്. Fourier ട്രാൻസ്ഫോംസിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Fourier ട്രാൻസ്ഫോമിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ എടുക്കുന്നു. ഒന്നാമത്തെ പ്രോപ്പർട്ടി, അതിന്റെ പേര് ലീനിയർ പ്രോപ്പർട്ടി. ലീനിയർ പ്രോപ്പർട്ടി എന്താണ് ലീനിയർ പ്രോപ്പർട്ടി? നോക്കുക. f(x)ന്റെ ഫൊറിയർ ട്രാൻസ്ഫോം f(s) ആയിക്കോട്ടെ, അതേപോലെ g(x)ന്റെ ഫൊറിയർ ട്രാൻസ്ഫോം g(s) ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ f of a into f of x plus b into g of x. f of a into f of x plus b into a യും b കോൺസ്റ്റന്റ് ആണ് കേട്ടോ. f of x-ന്റെയും g of x-ന്റെയും ഫൊറിയർ ട്രാൻസ്ഫോം നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ഫൊറിയർ f of x-നെ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, g of x-നെ b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. അവരുടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്തായിരിക്കും? വളരെ സിമ്പിൾ ആണ്. a into f of s
എ ഇൻറ്റു എഫ് ഓഫ് എസ് പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് എസ്. അതായത് രണ്ടുപേരുടെ ഫൊറിയർ ട്രാൻസ്ഫോം അറിയാമെങ്കിൽ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്ന ആളുടെ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്ന ആളുടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്തായിരിക്കും? ആ കോൺസ്റ്റന്റ് ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ആദ്യത്തെ ഫംഗ്ഷൻ പ്ലസ് അടുത്ത കോൺസ്റ്റന്റ് ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് രണ്ടാമത്തെ ഫംഗ്ഷൻ. എ ആൻഡ് ബി ആർ കോൺസ്റ്റന്റ്സ്. ഡൺ. ഇതാണ് ലീനിയർ പ്രോപ്പർട്ടി. ഡൺ. ഓക്കെ, അപ്പൊ കഴിയും. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് സ്കെയിൽ പ്രോപ്പർട്ടി. പ്രത്യേകിച്ച് ഒന്നുമില്ല, നോക്കുക, പ്രത്യേകിച്ച് അതിൽ സ്പെഷ്യൽ ആയിട്ട് ഒന്നുമില്ല. എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് ക്യാപിറ്റൽ എസ് എന്ന് എടുക്കുക. എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് ക്യാപിറ്റൽ എസ് എന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എഫ് ഇൻറ്റു എ എക്സ് അയാളുടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്തായിരിക്കും? നിങ്ങൾ ശ്രദ്ധിക്കുക, എഫ് ഓഫ് എക്സിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക അല്ല, എഫ് ഓഫ് എക്സിന്റെ അകത്ത് കൊടുക്കുന്ന വേരിയബിളിനെയാണ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. ഇവിടെ എഫ് ഓഫ് എക്സിനെയാണ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്, അതല്ല വിഷയം. ഇവിടെ എന്ത് ചെയ്തേക്കാണ്? എഫ് ഓഫ് എക്സിന്റെ അകത്തുള്ള വേരിയബിളിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. എഫ് ഓഫ് എക്സിന്റെ അകത്തുള്ള വേരിയബിളിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/a ഇൻറ്റു എഫ് ഓഫ് എസ് ബൈ എ. അതായത് എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എ എക്സ് എന്ന് പറയുന്നത് 1/a ഇൻറ്റു എഫ് ഓഫ് എസ് ബൈ എ. അതായത് ഇയാളുടെ ഫൊറിയർ ട്രാൻസ്ഫോമിലെ എസിന്റെ സ്ഥാനത്ത് എസ് ബൈ എ കൊടുത്താൽ മതി, കാര്യം കിട്ടും. ഗിവൺ എ നോട്ട് ഈക്വൽ ടു 0. ഇതാണ് ചേഞ്ച് ഓഫ് സ്കെയിൽ എന്ന പ്രോപ്പർട്ടി. ഈ പുള്ളിക്കാരനാണ്. വളരെ എളുപ്പമാണ്, യാതൊരുവിധ പ്രശ്നവും അതിലില്ല. Now third property is called a shifting property. എന്താണ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി? സോ ആസ് യൂഷ്വൽ എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ സീരീസ് ആയിക്കോട്ടെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ്, അങ്ങനെയാണെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എ, അതായത് വേരിയബിൾ എക്സിന്റെ സ്ഥാനത്ത് എക്സ് മൈനസ് എ കോൺസ്റ്റന്റ് കൊടുത്തിരിക്കുകയാണ്. അതായത് നമ്മൾ എക്സിനെ എ യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് which will be equal to e raised to I into SA into f of s. അതായത് എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ സീരീസ് ട്രാൻസ്ഫോമിനെ ഇ റൈസ് ടു ഐ എസ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് നമുക്ക് ഫൊറിയർ സീരീസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എ. ആൻഡ് ദിസ് ഇസ് കോൾഡ് ദ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഡൺ, കഴിഞ്ഞു. ഇനി ഫോർത്ത് ആൻഡ് ഫൈനൽ പ്രോപ്പർട്ടി കോൾഡ് മോഡുലേഷൻ പ്രോപ്പർട്ടി. മോഡുലേഷൻ പ്രോപ്പർട്ടി വീണ്ടും വളരെ എളുപ്പമുള്ളതാണ്. അപ്പൊ ഞാൻ മോഡുലേഷൻ പ്രോപ്പർട്ടിയിൽ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പറയും കേട്ടോ. നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവര് മോഡുലേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരാളെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഞാൻ കുറച്ച് ആൾക്കാരെ കൂടെ മെൻഷൻ ചെയ്യും, എളുപ്പമാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ആസ് യൂഷ്വൽ എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ സീരീസ് ട്രാൻസ്ഫോം ആയിക്കോട്ടെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ്, എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ സീരീസ് ട്രാൻസ്ഫോം ആയിക്കോട്ടെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. അങ്ങനെയാണെങ്കിൽ അതിലെ ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി ഫൊറിയർ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷന്റെ നമ്മള് ഈ ഒരു തിയറം ഫോക്കസ് ചെയ്യുന്നത് ആർക്കാണ്? ഫൊറിയർ സൈനും കൊസൈനും സീരീസിലാണ് കേട്ടോ. അപ്പോ എഫ് ഓഫ് എക്സിന്റെ
സൈൻ സീരീസ് ആണ് എഫ് എസ് ഓഫ് എസും, അതേപോലെ കൊസൈൻ സീരീസ് ആണ് എഫ് സി ഓഫ് എസും. നമുക്കറിയാം, നൊട്ടേഷൻ കാണുമ്പോൾ തന്നെ അറിയാം, എങ്കിലും ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ Fourier series transform, Fourier sine series transform of Fourier sine series transform of okay. ഞാൻ അടുത്ത പേജിൽ അത് മെൻഷൻ ചെയ്യാം കേട്ടോ, കാരണം ഈ പേജിൽ മെൻഷൻ ചെയ്താൽ തീരത്തില്ല, അതുകൊണ്ട് അടുത്ത പേജിൽ മെൻഷൻ ചെയ്യും. ഓക്കെ, അടുത്ത പേജിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. നാലാമത്തെ പ്രോപ്പർട്ടി, കാരണം ഒരു 4 പ്രോപ്പർട്ടി എഴുതാനുണ്ട്, അതുകൊണ്ടാണ് മോഡുലേഷൻ പ്രോപ്പർട്ടി. ഓക്കെ, ശരി. മോഡുലേഷൻ പ്രോപ്പർട്ടി പറയുന്നത് എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ സീരീസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ്, സൈൻ സീരീസ് ട്രാൻസ്ഫോം എഫ് എസ് ഓഫ് എസ് ആൻഡ് കൊസൈൻ സീരീസ് ട്രാൻസ്ഫോം എഫ് സി ഓഫ് എസ്. ഓക്കെ, ഫൊറിയർ സീരീസ് ട്രാൻസ്ഫോമും ഫൊറിയർ സൈൻ സീരീസും ഫൊറിയർ കൊസൈൻ സീരീസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൊറിയർ സീരീസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എക്സ്, എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ സീരീസ് ട്രാൻസ്ഫോം ഉണ്ട്. ആ എഫ് ഓഫ് എക്സിനെ കോസ് എ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിന്റെ ഫൊറിയർ സീരീസ് ട്രാൻസ്ഫോം എങ്ങനെ കണ്ടുപിടിക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/2 ഇൻറ്റു എഫ് ഓഫ് എസ് പ്ലസ് എ മൈനസ് എഫ് ഓഫ് എസ് മൈനസ് എ. ഇതാണ് സാധനം. Fourier series transform of f of x into f of cos a plus x. അതായത് f of x ന്റെ Fourier series ട്രാൻസ്ഫോമിലെ s ന്റെ സ്ഥാനത്ത് s plus a കൊടുക്കുക, s ന്റെ സ്ഥാനത്ത് s minus a കൊടുക്കുക, രണ്ടുപേരെ സബ്സ്ട്രാക്ട് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? Fourier series transform of f of x into cos x കിട്ടും. ഒന്നാമത്തത്. ഇനി രണ്ടാമത്തത് പറയുന്നത് നോക്കിക്കോ. f s of f of x into cos x. അതായത് Fourier sine series transform of the same thing. Fourier sine series transform of the same thing. അതായത് f of x into cos ax ന്റെ Fourier sine series transform. This is equal to 1/2 into fs of s plus a minus fs of s minus a. നോക്കുക, ഫോർമുലയില് എഫിന് പകരം എഫ് എസ് എന്ന് വന്നു എന്നല്ലാതെ വേറെ ഒരു മാറ്റവും ഇവിടെ വന്നിട്ടില്ല. ഫോർമുലയിൽ എഫിന് പകരം എഫ് എസ് എന്ന് വരികയല്ലാതെ വേറെ ഒരു മാറ്റവും ഇതിന് വന്നിട്ടില്ല. നൗ തേർഡ് വൺ എഫ് സി ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എക്സ്. കൊസൈൻ ട്രാൻസ്ഫോം ആണ്, എഫ് സി ആണ്. പക്ഷെ എഫ് ഓഫ് എക്സിന്റെ ഇവിടെ നേരത്തെ കോസ് എ എക്സ് ആണ് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ ഇവിടെ സൈൻ എ എക്സ് ആണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. Therefore, this is equal to 1/2 into f of s into s plus a. f of s into s plus a. നോക്കുക, ഇവിടെ കോസ് വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് വരുന്നത് എഫ് എസ് തന്നെയാണ്, ശ്രദ്ധിക്കണം. മൈനസ് എഫ് എസ് ഓഫ് എസ് മൈനസ് എ. Now, finally, the fourth one, f sine series transform of f of x into sin x. f of x into sin x. That will be equal to formula ശ്രദ്ധിക്കുക, that will be 1/2 into f of c into s minus a minus fc into s plus a. Done. പക്ഷെ ഇതിലെ ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ മെൻഷൻ ചെയ്യുന്നത് ഈ പുള്ളിക്കാരനെയാണ്. ബാക്കി 3 കൊറോളറികളാണ്. അത് സ്വാഭാവികമായിട്ട് നടന്നു പോകുന്ന ആൾക്കാരാണ്, അതായത് അത് സംഭവിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ആൾക്കാരാണ്. അപ്പോൾ ആദ്യത്തെ ആളെ മാത്രം മെയിൻ ആയിട്ട് പഠിച്ചാൽ മതി. ബാക്കിയുള്ളവരെയൊക്കെ ചിലപ്പോൾ പ്രോബ്ലത്തിന് ആവശ്യം വരുമായിരിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ കാര്യമായ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അല്ലാത്ത പക്ഷം അതിൽ വന്നില്ല എങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ പഠിച്ചില്ല എങ്കിൽ പോലും പ്രോബ്ലത്തിന്റെ അടുക്ക് ഡെറൈവ് ചെയ്തെടുക്കേണ്ടി. ഓക്കെ, അപ്പൊ നമ്മൾ 10 ഫോർമുലയും പിന്നെ നമ്മൾ 4
പ്രോപ്പർട്ടിയും പഠിക്കുകയാണ്. ഇതോടുകൂടി ഈ സെക്ഷൻ കഴിഞ്ഞു. ആദ്യത്തത് ലീനിയർ പ്രോപ്പർട്ടി. എന്താണ്? നമുക്ക് രണ്ട് ഫംഗ്ഷനുകളുടെ ഫൊറിയർ സീരീസ് ട്രാൻസ്ഫോം അറിയാമെങ്കിൽ ആ ഫംഗ്ഷന്റെ ലീനിയർ കോമ്പിനേഷനെ, അതായത് എ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് എക്സിന്റെ ലീനിയർ മീൻസ് ഫൊറിയർ സീരീസ് ട്രാൻസ്ഫോം എങ്ങനെ എടുക്കും? എനെ വെളിയിൽ എടുക്കാം, എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ സീരീസ് ട്രാൻസ്ഫോം പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് എക്സിന്റെ ഫൊറിയർ സീരീസ് ട്രാൻസ്ഫോം. നൗ സെക്കൻഡ് പ്രോപ്പർട്ടി, ചേഞ്ച് ഓഫ് സ്കെയിൽ. അതായത് എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ സീരീസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ആണെങ്കിൽ എഫ് ഓഫ് എ ഇൻറ്റു എക്സിനെ എഫ് ഓഫ് എക്സിലല്ല എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അകത്തുള്ള വേരിയബിളിനെയാണ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അയാളുടെ ഫൊറിയർ സീരീസ് ട്രാൻസ്ഫോം ഈക്വൽ ടു 1 / into f of s by a. Now, shifting property. Yeah, Fourier series transform f of x minus a equal to e raised to isa into f of s. And finally, modulation property, that is f of x into cos x is equal to 1/2 into f of s plus a minus f of s minus a. Done. അപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷനിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും അല്ലെങ്കിൽ പ്രോപ്പർട്ടീസും പഠിച്ചു. ഓക്കെ, ശരി. അപ്പൊ ഇനി മൂവിങ് ഓൺ ടു, നമുക്കിപ്പം എന്തറിയാം? ഇപ്പൊ ഫോർമുലകളെല്ലാം അറിയാം. ഫോർമുലകളെല്ലാം അറിയാമെങ്കിൽ നേരെ പ്രോബ്ലം ചെയ്യലാണ് നമ്മുടെ ജോലി. അപ്പൊ നമുക്ക് നേരെ പ്രോബ്ലം ചെയ്യാം. എല്ലാ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് എന്തായാലും സമയമില്ല. ഞാൻ ജസ്റ്റ് രണ്ടോ മൂന്നോ പ്രോബ്ലം കാണിച്ചു തരാം. ബാക്കിയെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എളുപ്പമാണ്, യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും. സാധാരണ ഫൊറിയർ സീരീസ് ട്രാൻസ്ഫോം ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ഇന്റഗ്രേഷൻ മാത്രമേ ഇവിടെ ഒരു വിഷയമായിട്ട് വരുന്നുള്ളൂ. ഇന്റഗ്രേഷൻ ചെയ്യാൻ അറിയുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് പോകാം. ശരി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് the Fourier series transform of this. Okay, find the Fourier series transform of f of x is equal to 1 if modulus of x is less than 1 and 0 if modulus of x greater than 1. Hence evaluate integral 0 to infinity sin x by x dx. അതുപയോഗിച്ച് ഇന്റഗ്രൽ 0 to infinity sin x by x കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ സീരീസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനാണ്. എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ സീരീസ് ട്രാൻസ്ഫോം നമുക്ക് അറിയാവുന്ന ഫോർമുലയിലേക്ക് പോവുകയാണ്. എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ സീരീസ് ട്രാൻസ്ഫോമിന്റെ ഫോർമുല നമുക്കറിയാം. അപ്പൊ നമ്മൾ ആ ഫോർമുല ഉപയോഗിക്കുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി f of x into e raised to ist dt. സോറി, f of x അല്ല, f of t ആണ്. തെറ്റിപ്പോയതാണ്. എക്സിന് പകരം t കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. f of t into e raised to minus ist dt. കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്തായാലും ഫംഗ്ഷൻ കൊടുക്കാം. ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ നോക്കുക. മോഡുലസ് എക്സ് ലെസ് ദാൻ 1 ആകുമ്പോ ആളുടെ സ്വഭാവം പറഞ്ഞിട്ടുണ്ട്. മോഡുലസ് എക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ ആവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ദാറ്റ് എക്സ് ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ -1 and 1. -1ന്റെയും 1ന്റെ ഇടയിലാണെങ്കിൽ മാത്രമേ അയാളുടെ മോഡുലസ് എന്താകത്തുള്ളൂ, ലെസ് ദാൻ 1 ആകത്തുള്ളൂ. ഇനി മോഡുലസ് ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാള് -1നേക്കാൾ ചെറുതാകണം ആൻഡ് അല്ലെങ്കിൽ ഓർ 1നേക്കാൾ വലുതാകണം. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. ഓക്കെ, ഇതാണ് സംഭവം. അതായത് -1 മുതൽ 1 വരെ ഈ സ്വഭാവമാണ്. അതായത് മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷന്റെ ജോലി 1. ഇനി അതേസമയം -1നേക്കാൾ താഴെയോ 1നേക്കാൾ മുകളിലോ ആണെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണല്ലോ. അപ്പൊ ഞാനിവിടെ വ്യക്തമായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. സ്പ്ലിറ്റ് ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കോണം. ദിസ് ഇസ് ഈക്വൽ ടു
മൈനസ് ഇൻഫിനിറ്റി ടു -1, മൈനസ് ഇൻഫിനിറ്റി ടു -1. അതായത് -1ന്റെ താഴോട്ട്, -1നേക്കാൾ കുറയുന്ന സമയത്തെല്ലാം ഫംഗ്ഷൻ ഒരു സ്വഭാവമാണല്ലോ. ഞാനപ്പോ അത് കൊടുത്തേ f of t into e raised to ist dt പ്ലസ് -1 മുതൽ 1 വരെ മറ്റൊരു സ്വഭാവമാണല്ലോ. അപ്പൊ -1 മുതൽ 1 വരെ ഫംഗ്ഷന് മറ്റൊരു സ്വഭാവമായുണ്ട്, അവിടെയും ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. പ്ലസ് പിന്നെ അതിനുശേഷം 1ന് ശേഷം മുകളിലോട്ടെല്ലാം മറ്റൊരു സ്വഭാവമാണല്ലോ. അപ്പൊ 1 തൊട്ട് ഇൻഫിനിറ്റി വരെ എഫ് ഓഫ് എക്സിന് മറ്റൊരു സ്വഭാവം. അപ്പൊ അതനുസരിച്ച് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടേ. അപ്പൊ -1നേക്കാൾ താഴോട്ട് എഫ് ഓഫ് എക്സ് 0 ആണ്, 1നേക്കാൾ മുകളിലോട്ട് എഫ് ഓഫ് എക്സ് 0 ആണ്. ഇതാ ഇവിടെ നിന്ന് വ്യക്തമാണ്, ഇവിടെ നിന്ന് ആ കാര്യം വ്യക്തമാണ്, കണ്ടല്ലോ. അപ്പൊ ഇതും 0, ഇതും 0. അതുകൊണ്ട് ഈ രണ്ട് ഇന്റഗ്രലും നശിച്ചു പോകും, ഈ രണ്ട് ഇന്റഗ്രലും ഇല്ലാതായി പോകും. ഇവിടെ -1 മുതൽ 1 വരെ ഫംഗ്ഷൻ 1 ആണ്, -1 മുതൽ 1 വരെ ഫംഗ്ഷൻ വാല്യൂ 1 ആണ്. അപ്പൊ ഞാൻ ഇവിടെ 1 കൊടുക്കും, ഇവിടെ ഞാൻ 1 കൊടുക്കും, കണ്ടല്ലോ. therefore ഇത് രണ്ടും 0 ആയി പോകും, ഇനി അതിനെപ്പറ്റി ചർച്ചയില്ല. ഇവിടെ മാത്രം എഫ് ഓഫ് എക്സ് 1 ആയി പോകും. അതുകൊണ്ട് f of s equal to ഇന്റഗ്രൽ -1 to 1, ഫംഗ്ഷൻ വാല്യൂ 1 ആണ്, 1 into e raised to ist dt. e raised to ist dt ഞാൻ പറഞ്ഞിട്ടുണ്ട്, എസിനെ കോൺസ്റ്റന്റ് ആയി കൺസിഡർ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കോൺസ്റ്റന്റ് ആയി കൺസിഡർ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഈയുടെ ഇന്റഗ്രൽ നമുക്കറിയാം, e raised to ist യുടെ ഇന്റഗ്രൽ e raised to ist തന്നെ ഇവിടെ t വെച്ചിട്ടാണ്. അതുകൊണ്ട് കൂടെ വന്ന കോൺസ്റ്റന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. i into s ആണ് കോൺസ്റ്റന്റ്, ഡിവൈഡ് ചെയ്തു. ലിമിറ്റ് -1 to 1. ടിക്കാണ് -1 to 1 ലിമിറ്റ് കൊടുക്കേണ്ടത്. 1/i into s കോൺസ്റ്റന്റ് ആണ്, അയാളെ ഞാൻ പുറത്തേക്കിട്ട് ലിമിറ്റ് കൊടുക്കുന്നു. അപ്പർ ലിമിറ്റ് e raised to is മൈനസ് e raised to ടിക്ക് വരാൻ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ e raised to -is, e raised to -is. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, e raised to i തീറ്റ എന്ന് പറയുന്നത് cos തീറ്റ പ്ലസ് i sin തീറ്റയാണ്. അതേപോലെ e raised to -i തീറ്റ എന്ന് പറയുന്നത് cos തീറ്റ മൈനസ് i sin തീറ്റയാണ്. അപ്പൊ ആ ഫോർമുല ഉപയോഗിച്ചിട്ട് ഞാൻ ഇവിടെ കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 1/i into s cos s plus i sin s minus cos s minus i sin s. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ 1/i into s, cos s പോവും, ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് 2i into sin s വരും. 2i into sin s, ഐയും വെട്ടിപ്പോവും. ബാക്കി നമുക്ക് 2 sin s by s എന്ന് വരും, 2 sin s by s എന്ന് വരും. അപ്പൊ നമ്മൾ ഇന്റഗ്രൽ ട്രാൻസ്ഫോം ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അത് 2 sin s by s ആണ്, 2 sin s by s ആണ്. ഓക്കെ, പക്ഷെ ഇത് മാത്രമല്ല, നമ്മളോട് മറ്റൊരു കാര്യം ഇവാലുവേറ്റ് ചെയ്യാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് പോകുന്നു. സോ നമ്മള് എന്താണ് സ്മോൾ എഫ് ഓഫ് എസ്, അതായത് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതെന്താണ്, നമ്മുടെ 2 into sin s by s ആണ്, 2 into sin s by s ആണ് ആ ഫോർമുല. കഴിഞ്ഞല്ലോ, ഇത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഇതിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എടുക്കാൻ പോകണം കേട്ടോ. ഇൻവേഴ്സ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് എഫ് ഓഫ് എസ് ആണ്. ഇൻവേഴ്സ് ട്രാൻസ്ഫോം എടുക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് 1/2π ഇന്റഗ്രൽ -infinity to infinity f of s into e raised to -isx dx. dx അല്ല, സോറി ds ആണ് ഫോർമുല. ഹിയർ we will consider x as a constant. അതാണ് കാര്യം. ഓക്കെ, അപ്പൊ അത് നമ്മൾ അവിടെ നിർത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് ഫോർമുല കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് കിട്ടുമല്ലോ. അപ്പൊ തിരിച്ച് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൊടുക്കാം. therefore this will be 1/2π ഇന്റഗ്രൽ -infinity to infinity f of s ഉണ്ട് നമ്മുടെ കയ്യില് 2 into sin s by s e raised to -ix dx. ഇത് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച്
സോറി അണ്ടു. ഓക്കെ, ds. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോൾ തിരിച്ച് നമുക്ക് ഫംഗ്ഷൻ കിട്ടണമെന്നാണല്ലോ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് ഫംഗ്ഷൻ കിട്ടണമെന്നാണ്. അതായത് നമുക്ക് കിട്ടേണ്ടത് കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. 1 if മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 1 ആൻഡ് 0 if മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1. ഫംഗ്ഷൻ തിരിച്ചു കിട്ടണേ. അങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇന്റഗ്രേറ്റ് ചെയ്തില്ല, പക്ഷെ തിരിച്ച് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ആ കാര്യം ഇരിക്കട്ടെ. ഞാൻ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കുകയാണ്. ഈ ഒരു പർട്ടിക്കുലർ കേസിൽ എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കുകയാണ്. എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കുകയാണെങ്കിൽ ഈ ഇന്റഗ്രലിന് വരുന്ന മാറ്റം ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ ഈ 2നെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഈ 2 ആയിട്ട് വെട്ടിക്കളയുന്നുണ്ട്. ഈ 2നെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഈ 2 ആയിട്ട് വെട്ടിക്കളയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1/π ആവും. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആവും. സൈൻ എസ് ബൈ എസ് ആകും. സൈൻ എസ് ബൈ എസ് ആകും. പിന്നെ ഇ റൈസ് ടു ഐ ഇൻറ്റു 0. ഇ റൈസ് ടു 0 1 ആണ്. അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. വിച്ച് ഇസ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, എക്സിന് 0 കൊടുക്കുകയാണ്. 0 ആണെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 1 ആണ്. മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 1 ആണ്. മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ ഫംഗ്ഷൻ 1 എന്ന വാല്യൂ ആണ് തരുന്നത്. എക്സിന് 0 കൊടുക്കുകയാണെങ്കിൽ 0യുടെ മോഡുലസ് 1നേക്കാൾ ചെറുതാണ്. അപ്പൊ എന്താണ് അത് ഫംഗ്ഷൻ തരേണ്ട വാല്യൂ 1 ആണ്. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു 1. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു 1. കണ്ടല്ലോ. 1/π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ds. Therefore ഞാൻ ഇയാളെ അപ്പുറത്തേക്ക് എടുക്കുമ്പോ, ഈ 1/π അപ്പുറത്തേക്ക് എടുക്കുമ്പോ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈൻ എസ് ബൈ എസ് ds is equal to π. ds is equal to π. കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ വെച്ച് അത് നിർത്തുകയാണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈൻ എക്സ് ബൈ എക്സ് ആണ്. സൈൻ എക്സ് ബൈ എക്സ് ഡി എക്സ് ആണ്. ഇവിടെ എസിന് വരെ എക്സ് കൊടുത്താൽ സൈൻ എക്സ് ബൈ എക്സ് ഡി എക്സ് കിട്ടും, ഇല്ലെന്നല്ല. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 0 ടു ഇൻഫിനിറ്റി ആണ്, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അല്ല. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. 0 ടു ഇൻഫിനിറ്റി ആണ്, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അല്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ട്രിക്കാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല. അതിന്റെ ഒരു പ്രശ്നമാണേ. ശ്രദ്ധിക്കുക. ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് is equal to 2 into integral 0 to a f of x dx. If f of x is even, f of x even ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതേസമയം ഈക്വൽ ടു 0 if f of x is odd. ഞാനത് പഠിപ്പിച്ച് തന്നിട്ടുള്ള കാര്യം, ഞാൻ പഠിപ്പിച്ച് തന്നിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യം. അപ്പൊ ഇതാണ് സംഭവിക്കുന്നത്. നിങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് സൈൻ എസ് ബൈ എസ് എന്ന ഫംഗ്ഷൻ ആണ്. സൈൻ എസ് ബൈ എസ് എന്ന ഫംഗ്ഷൻ ആണ്. ഞാൻ അതിനെ സൈൻ എസ് ബൈ എസ് എന്ന ഫംഗ്ഷൻ ആണ്. കണ്ടല്ലോ. അപ്പൊ എസിന് മൈനസ് എസ് കൊടുത്തു നോക്കാം. എസ് ഈക്വൽ ടു മൈനസ് എസ് കൊടുത്തു നോക്കാം. അങ്ങനെയാണെങ്കിൽ സൈൻ ഓഫ് മൈനസ് എസ് ബൈ മൈനസ് എസ്. സൈന് മൈനസിനെ പുറത്തേക്ക് തരും. അതുകൊണ്ട് സൈൻ എസ് ബൈ മൈനസ് എസ്, മൈനസും മൈനസും പോവും. അങ്ങനെ സൈൻ എസ് ബൈ എസ്. അതായത് സൈൻ എസ് ബൈ എസിന്റെ അകത്ത് എസിന് പകരം മൈനസ് കൊടുത്താലും എന്ത് തന്നെ തരും? ആ ഫംഗ്ഷനെ തന്നെ തരും. Therefore, this is an even function. This is an even function. അപ്പൊ അത് ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈൻ എസ് ബൈ എസ് എന്ന് പറയുന്ന ഡി എസ് എന്ന് പറയുന്ന ആളെ എനിക്ക് 2 into ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ എസ് ബൈ എസ് എന്ന് തിരുത്താം. സൈൻ എസ് ബൈ എസ് എന്ന് ഇയാളെ മാറ്റാം. അതിന്റെ വാല്യൂ പൈ ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2നെ ഇപ്പുറത്തേക്ക് എടുക്കാം. 2നെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ എസ് ബൈ എസ് ഡി എസ് എന്ന് പറയുന്നത് π/2 എന്ന് കിട്ടും. ഈ എസിന് പകരം എക്സ് മാറ്റി കൊടുക്കണം. അപ്പൊ 0 ടു ഇൻഫിനിറ്റി സൈൻ എക്സ് ബൈ എക്സ് dx is equal to, നമുക്ക് വേരിയബിൾ ചേഞ്ച് ചെയ്യാം, അതിലൊരു പ്രശ്നമില്ല. dx equal to π/2. ഡൺ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത് π/2 ആയി. ഓക്കെ, അപ്പൊ ഇതാണ് കാര്യം. ഡൺ. അപ്പൊ അത് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്ര സിമ്പിൾ ആണ്. ജസ്റ്റ് എ സെക്കൻഡ്, ഞാനൊന്ന് പോസ് ചെയ്യാണ്.
ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം ആണ്. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ Fourier ട്രാൻസ്ഫോം. ഫൈൻഡ് ദ Fourier ട്രാൻസ്ഫോം. Of Fourier transform of f of x is equal to ഒരു സ്പ്ലിറ്റ് ഫംഗ്ഷൻ ആണ്. സ്പ്ലിറ്റ് ഫംഗ്ഷൻ ആണ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇഫ് മോഡുലസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് 0 ഇഫ് മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഞാനത് വീണ്ടും പറയണം. മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, അതായത് -1ന്റെയും 1ന്റെയും ഇടയിലായിരിക്കണം എക്സ്. മോഡൽ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1, അതായത് എക്സ് ലെസ് ദാൻ -1 ഓർ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. അപ്പൊ ഈ കാര്യം എപ്പോഴും മനസ്സിൽ പോണം കേട്ടോ. ഇങ്ങനെ ഒരു സ്പ്ലിറ്റ് വരികയാണെങ്കിൽ എപ്പോഴും ആ കാര്യം മനസ്സിൽ പോണം. അത് എപ്പോഴും നമ്മൾ പറയും. അപ്പൊ ഇതാണ് ഫംഗ്ഷൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഹെൻസ് ഇവാലുവേറ്റ് integral 0 to infinity x cos x minus sin x divided by x cube into cos x by 2 dx. ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, അത്ര ലാഘവത്തോടെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റഗ്രൽ അല്ല. കഴിഞ്ഞ ഇന്റഗ്രൽ സൈൻ എക്സ് ബൈ എക്സ് എന്ന് കണ്ടാലും അതും അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. അത് നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇന്റഗ്രൽ വാല്യൂ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമ്മൾ Fourier ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം, അതുവഴി ഇതിലേക്ക് വരണം. അപ്പൊ ഞാൻ അതിലേക്ക് പോവുകയാണ്. സോ ഐ ആം ഫൈൻഡിങ് Fourier ട്രാൻസ്ഫോം ഓഫ് f of x. ഫോർമുല ഇൻവോക്ക് ചെയ്യാം. ഫോർമുല ഈസ് ഈക്വൽ ടു -infinity by infinity f of x into e raised to f of x അല്ല കേട്ടോ, വീണ്ടും തെറ്റി എനിക്ക്. f of t ആണ്. f of t into e raised to isx dx. സോറി, x തന്നെയാണ്. സോറി, എക്സ് തന്നെയാണ്, ടി അല്ല. ടി ഇൻവേഴ്സിലാണ് ടി വരുന്നത് കേട്ടോ. ടി ഇൻവേഴ്സിലാണ് വരുന്നത്. എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു isx dx. അങ്ങനെയാണ് നമുക്ക് ആ ഫംഗ്ഷൻ കിട്ടുന്നത്. സോ നമ്മൾ ആ ഒരു സ്പ്ലിറ്റ് കണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു -infinity to infinity, -infinity to -1 f of x e raised to isx. അവിടെ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. പിന്നെ -1 to 1 f of x e raised to isx. അവിടെ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. അവിടെ ഫംഗ്ഷന്റെ വാല്യൂ 1 അല്ല, 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. പ്ലസ് 1 to infinity f of x e raised to isx. അവിടെ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. ഇത്രയും കാര്യങ്ങൾ അറിയാം. ഇവിടെ 0, ഇവിടെ 0. അപ്പൊ ഇത് രണ്ടും നശിച്ചു പോകും. ഇയാൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇന്റഗ്രൽ -1 to 1 മൈനസ് എക്സ് സ്ക്വയർ ആണ് ഫംഗ്ഷൻ ഇൻറ്റു e raised to isx dx. കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഈ പുള്ളിക്കാരനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കറിയാം, ഫസ്റ്റ് ഫംഗ്ഷൻ ഐലേറ്റർ റൂൾ അനുസരിച്ച് ആൾജിബ്രായിക് ഫംഗ്ഷൻ ആദ്യം, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ രണ്ടാമത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ e raised to isx by is മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ -2x ആണ്. മൈനസ് കൂടെ പ്ലസ് ആകും, 2x ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ e raised to isx by is. ഓക്കെ, അപ്പോ ഇവിടെ നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ ദിസ് വിൽ ബി 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു e raised to isx by is. ഈ 2/is വെളിയിലെടുക്കാം. എഗെയിൻ എനിക്ക് എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 2x ഡെറിവേറ്റീവ് 1 ആണ്. ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ദ ഹോൾ ഇന്റഗ്രൽ അതാണ് വരുന്നത്. Therefore ഇത് ബാക്കി ചെയ്യുമ്പോൾ നമുക്ക് this will be just a second.
Okay. This will be equal to 1 plus 1 minus x square, 1 minus x square into e raised to isx by is plus 2 by is into x into e raised to isx by is. പിന്നെ ഇ റൈസ് ടു ഐ എസ് എക്സില് വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/is വെളിയിലുണ്ട്, വീണ്ടും ഒരു 1/is വരും, isx by is. ഇതാണ് സാധനം. അപ്പൊ നമ്മൾ ഒന്നും കൂടെ ഒന്ന് സ്പ്ലിറ്റില് ഒന്ന് ശരിയാക്കി എടുക്കുമ്പോൾ 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു, വേണമെങ്കിൽ ഇ റൈസ് ടു ഐ എസ് എക്സിനെ മൊത്തം കോമൺ എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പൊ കോമൺ എടുക്കുന്നില്ല, പിന്നെ കോമൺ എടുക്കാം. ഐഎസ് അല്ലെങ്കിൽ വേണ്ട, കോമൺ എടുക്കട്ടെ, അത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. കാരണം ലിമിറ്റ് കൊടുക്കുമ്പോ ചിലപ്പോൾ മാറാം കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ കോമൺ എടുക്കട്ടെ. അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ഐയും ഐയും കൂടെ -1 ആവും. ഐ ഇൻറ്റു ഐ -1 ആവും, ഐ ഇൻറ്റു ഐ -1 ആവും. അപ്പൊ അത് കഴിയുമ്പോൾ -2/2x by s into s x square e raised to isx, e raised to isx, 2x into e raised to isx. ഐയും ഐയും കൂടെ -1, ആ മൈനസ് ആണ് ഇവിടെ വന്നത്. ഇനി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ i 3i ഉണ്ട്, 3i കൂടെ -i ആണ് ആവുന്നത്, -i. അത് ഡിനോമിനേറ്ററിലാണ്, ഡിനോമിനേറ്റർ. അപ്പൊ 1/i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/i എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരി. അപ്പൊ ദാറ്റ് വിൽ ബി സംതിങ് ഈക്വൽ ടു, ഇവിടെ മൈനസ് ഉണ്ട്, -i വരും, മൈനസ് സൈൻസും കൂടെ പ്ലസ് ആകും. അപ്പൊ 1/i into s, 1/i into s e raised to isx, e raised to isx കഴിഞ്ഞു. അപ്പൊ 2 into i into i into i, എക്സ് ക്യൂബ് ഉണ്ട്, 3s ഉണ്ട്, s into s into s, s into s into s, s ക്യൂബ് ആവും. i into i into i മൈനസ് i ആണ്. അപ്പൊ അത് കൂടെ ചേർന്നിട്ട് മൈനസും കൂടെ പ്ലസ് ആയി, 1/i ആയി. ഒരു 2 ഉണ്ട്, 2 കളയാൻ പറ്റില്ല, 2 ഉണ്ട്, 2 കളയാൻ പറ്റില്ല. 2 into e raised to isx കഴിഞ്ഞു. ലിമിറ്റ് -1 to 1, ലിമിറ്റ് -1 to 1. അപ്പൊ ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് ആദ്യം അപ്പർ ലിമിറ്റ് 1 കൊടുക്കാം. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോ 1 - 1 സ്ക്വയർ, 1 - 1 0, 1 - 1 0. അപ്പൊ ഈ ടേമിനെ മൈൻഡ് ചെയ്യണ്ട, 1 - 1 0. അപ്പൊ e raised to is by is മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാം. 1 - -1 സ്ക്വയർ, 1 - -1 സ്ക്വയർ, -1 സ്ക്വയറും 1 തന്നെ, e raised to -is by is. അപ്പൊ ആദ്യത്തെ ടേം ഇല്ലാതായി പോയേ, ഇനി രണ്ടാമത്തെ ടേം അപ്പർ ലിമിറ്റ് കൊടുക്കാം. 2 into 1 into e raised to is by s സ്ക്വയർ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാം 2 into -1. അപ്പൊ മൈനസും കൂടെ പ്ലസ് ആകും. 2 into e raised to -is by s സ്ക്വയർ, -is by s സ്ക്വയർ കഴിഞ്ഞു. ഇനി പ്ലസ്, ഇനി ഇയാൾക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കുക. അതിപ്പോ 2/is ക്യൂബ് കോമൺ ആണല്ലോ, അയാൾ എടുത്തിട്ട് അപ്പർ ലിമിറ്റ് e raised to is മൈനസ് ലോവർ ലിമിറ്റ് e raised to -is കഴിഞ്ഞു. e raised to isന്റെ വാല്യൂ നമുക്കറിയാം, cos തീറ്റ പ്ലസ് i sin തീറ്റ അറിയാം. e raised to -isന്റെ വാല്യൂ എന്താണ്? cos തീറ്റ മൈനസ് i sin തീറ്റ, ആ വാല്യൂ അറിയാം. ഇത് രണ്ടും കൂടെ 0 ആകും എന്നുള്ളത് അറിയാം. ഇത് രണ്ടും കൂടെ 0 ആയി. ഇവിടെ ഒരു 2/s സ്ക്വയർ കോമൺ ഉണ്ട്, 2/s സ്ക്വയർ കോമൺ എടുക്കാം, 2/s സ്ക്വയർ കോമൺ എടുക്കാം. e raised to is cos തീറ്റ പ്ലസ് i sin തീറ്റ. ഇനി e raised to -is എന്ന് പറയുന്നത് cos തീറ്റ പ്ലസ് cos തീറ്റ മൈനസ് i sin തീറ്റ. ഇനി ഇവിടെ പ്ലസ് 2/i into s ക്യൂബ് ഉണ്ട്. അവിടെ e raised to is cos തീറ്റ അല്ല, തീറ്റ അറിയാതെ ഉപയോഗിച്ചതാണ്, തീറ്റ അല്ല, ഈ എസ് ആണ് കേട്ടോ, എസ് അറിയാതെ ഉപയോഗിച്ചതാണ് തീറ്റ. അപ്പോ കോസസ് സൈനസ് ആൻഡ് കോസസ് പ്ലസ് i സൈനസ് മൈനസ് കോസസ് മൈനസ് i സൈനസ് ആണ്. അപ്പൊ കോസസ് മൈനസും കൂടെ പ്ലസ് i സൈനസ്. ഓക്കെ. അപ്പൊ ഇവിടെ ഇവര് രണ്ടുപേരും ക്യാൻസൽ ആയി പോവും, ഇവര് രണ്ടുപേരും ക്യാൻസൽ ആയി പോവും. അങ്ങനെ ഇവിടെ 2 കോസസ് കിട്ടും, -2 ഉണ്ട്. അപ്പൊ -4 കോസസ് ബൈ s സ്ക്വയർ, -4 കോസസ് ബൈ s സ്ക്വയർ, -4 കോസസ് ബൈ s സ്ക്വയർ
ഇനി ഈ രണ്ടാമത്തെ ആള് ഐ 2i സൈനസ് ആണ്, 2i സൈനസ് ആണ്, ഐ വൈയും വെട്ടിപ്പോവും. അപ്പൊ 4 സൈനസ് ബൈ എസ് ക്യൂബ് ആവും, 4 സൈനസ് ബൈ എസ് ക്യൂബ് ആവും. ദാറ്റ് വിൽ ബി 4 സൈനസ് ബൈ എസ് ക്യൂബ്, 4 സൈനസ് ബൈ എസ് ക്യൂബ്. അതാണ് നമ്മുടെ ആൻസർ, 4 സൈനസ് ബൈ സോറി. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. ഞാനൊന്ന് വെരിഫൈ ചെയ്തോട്ടെ. ദാറ്റ് വിൽ ബി സംതിങ് ലൈക്ക് -4 എസ് ക്യൂബിനെ കോമൺ എടുക്കുമ്പോൾ, -4 എസ് ക്യൂബിനെ കോമൺ എടുക്കുമ്പോൾ ഇവിടെ ഒരു എസ് വരും. എസ് കോസസ് മൈനസ് സൈനസ്, എസ് കോസസ് മൈനസ് സൈനസ്. ഇതാണ് നിങ്ങളുടെ എഫ് ഓഫ് എക്സ്, ഇതാണ് നിങ്ങളുടെ എഫ് ഓഫ് എക്സ്. ആൻഡ് നമ്മൾ എന്ത് ചെയ്തു? കൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു, കൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇൻവേഴ്സ് ഫോമിൽ ഉപയോഗിക്കാം. ഇൻവേഴ്സ് ഫോമിൽ ഉപയോഗിക്കുമ്പോൾ ഇൻവേഴ്സ് കൊറിയർ സൈൻസ് ആയിരിക്കും ഇൻവേഴ്സ് കൊറിയർ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആദ്യം ഉണ്ടായിരുന്ന ഫംഗ്ഷൻ തിരിച്ചതേപോലെ കിട്ടും, അതിന്റെ ഫോർമുല 1/2π ഇൻറ്റു ഇന്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എസ് ഇ റൈസ് ടു മൈനസ് ഐ എസ് എക്സ് ഡി എസ്. ഇതാണ് ഫോർമുല, കണ്ടല്ലോ, ഇതാണ് അതിന്റെ ഫോർമുല. അപ്പൊ നമ്മൾ ഇതിന്റെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് എഫ് ഓഫ് എസിന്റെ വാല്യൂ തിരിച്ചു കൊടുക്കുമ്പോൾ ദാറ്റ് വിൽ ബി 1/2π ഇൻറ്റു ഇന്റഗ്രൽ -∞ to ∞ -4 എസ് ക്യൂബ് എസ് കോസസ് മൈനസ് സൈനസ് ഡി എസ്. അപ്പൊ ഞാനിവിടെ ജസ്റ്റ് ആ -4നെ പുറത്തേക്ക് എടുക്കാം, -4നെ അടുത്ത പേജിൽ പുറത്തേക്ക് എടുക്കാം. അപ്പോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -4/2π ഇന്റഗ്രൽ -∞ to ∞ എന്താണ് 1/s ക്യൂബ് എസ് കോസസ് മൈനസ് സൈനസ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ എസ് എക്സ് ഡി എസ്. ഇതാണ് കാര്യം. അപ്പൊ ഫംഗ്ഷൻ തിരിച്ചു കിട്ടി. ഫംഗ്ഷന്റെ ജോലി എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. 1 - x² ഇഫ് മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 1 ആൻഡ് 0 ഇഫ് മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്നുള്ളതാണ് ഈ ഒരു ഫംഗ്ഷന്റെ ജോലി. ഇവിടെ ഞാൻ എക്സിന് 1/2 കൊടുക്കുകയാണ്. എക്സ് ഇസ് ഈക്വൽ ടു 1/2. എക്സ് 1/2 കൊടുക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷന് വരുന്ന ചേഞ്ചിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഈ ഫംഗ്ഷന് വരുന്ന ചേഞ്ച് ഇവിടെ 4ഉം 2ഉം പോയിട്ട് that will be -2/π integral -∞ to ∞ 1/s cube into s cosas minus sinus into x ന് 1/2 കൊടുക്കുമ്പോൾ e raised to -i into s/2 ds എന്ന് വരും. 1/2 കൊടുക്കുമ്പോൾ മോഡുലസ് ഓഫ് 1/2 1നേക്കാൾ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1 - x² ആണ്. x² എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 1 ആയതുകൊണ്ട് 1/2². ഇതായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ശരി. Therefore this is equal to ഈ -2/π ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് അടുത്തിപ്പോൾ എഴുതുന്നില്ല. This will be -∞ to ∞ 1/s cube into s cosas minus sinus into e raised to minus i theta. നിങ്ങൾക്കറിയാം cos theta minus i sin theta. ds equal to 1 - 1/4 is equal to 3/4. ഈ -2/π അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -π/2 ഈ ഒരു വ്യത്യാസം ഉണ്ട്. അപ്പൊ ഇവിടെ എന്താണ് cosas minus sinus into cos s/2 into minus i sin s/2 എന്ന് കിടക്കുകയാണ്. അപ്പൊ ഞാൻ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സംതിങ് ലൈക്ക്
സേ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനിതൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യുമ്പോ വെയിറ്റ് എ സെക്കൻഡ്, ഇതൊന്ന് ഓക്കെ. ഞാനപ്പോ അതൊന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. ഞാനപ്പോ അത് എന്താണ്, ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി ഉണ്ട്, 1/s³ ഉണ്ട്, അതവിടെ കിടക്കട്ടെ. 1/s³ ഇവിടെ കിടക്കട്ടെ. ഞാൻ ഇനി മൾട്ടിപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. s cos into cos s/2, s cos s into cos s/2 is equal to s cos s/2, sorry, s cos s into cos s/2, s cos s into cos s/2. പിന്നെ എന്താണ്, s cos s മൈനസ് സൈൻ s into അല്ലെ വേണ്ട, മൊത്തം മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഇസ് -i into s cos s, s cos s, s cos s into sin s/2, sin s/2. ഓക്കെ, സൈൻ s/2. ഇനി നെക്സ്റ്റ് മൈനസ് സൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് സൈനസ് കോസ് s/2, മൈനസ് സൈനസ് കോസ് s/2. ഇനി എന്താണ്, മൈനസ് സൈനസ് കൊണ്ട് അടുത്തയാളെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് മൈനസ് കൂടെ പ്ലസ് ആകും, പ്ലസ് ഐ സൈനസ് ഇൻറ്റു സൈൻ s/2, സൈൻ s/2, സൈൻ s/2 ds is equal to അപ്പുറത്ത് -3π/8, -3π/8. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് കിട്ടിയിരിക്കുന്നത് റിയൽ വാല്യൂ ആണ്, അല്ലാതെ ഒരു കോംപ്ലക്സ് വാല്യൂ അല്ല. ഇപ്പുറത്ത് കിട്ടിയിരിക്കുന്നത് റിയൽ വാല്യൂ ആണ്, അല്ലാതെ ഒരു കോംപ്ലക്സ് വാല്യൂ അല്ല. അപ്പൊ ഈ കോംപ്ലക്സ് വാല്യൂകളെല്ലാം നമുക്ക് ധൈര്യമായി എലിമിനേറ്റ് ചെയ്യാം. നമുക്ക് ഈ കോംപ്ലക്സ് വാല്യൂകളെല്ലാം ധൈര്യമായിട്ട് എലിമിനേറ്റ് ചെയ്യാം. ബിക്കോസ് എന്താണ്, അപ്പുറത്ത് കിട്ടിയിരിക്കുന്നത് ഒരു റിയൽ ആൻസർ ആണ്. അതുകൊണ്ട് തന്നെ ഈ കോംപ്ലക്സ് വാല്യൂകളെല്ലാം ഞാൻ എലിമിനേറ്റ് ചെയ്യും. അപ്പൊ എനിക്ക് ബാക്കി കിട്ടുന്നത് -∞ ടു ഇൻഫിനിറ്റി 1/s³ ഇൻറ്റു s cos s into cos s/2 minus sin s cos s/2 ds, cos s/2 ds. ഇതാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ ഈക്വൽ ടു -3π/8. രണ്ടിടത്തും cos s/2 കോമൺ ആയതുകൊണ്ട് ഞാൻ cos s/2 നെ കോമൺ എടുക്കുന്നു. Therefore this will be -∞ to infinity s cos s minus sin s divided by s³ into cos s/2 into cos s/2 ds equal to -3π/8. കഴിഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ ആള്. നമ്മൾ ഇവിടെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഇന്റഗ്രലിന്റെ അകത്ത് കിടക്കുന്നയാള് ഒരു ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. ഈവൻ ഫംഗ്ഷൻ ആണ് ഇന്റഗ്രലിന്റെ അകത്ത് കിടക്കുന്നയാള്. വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതിന് എന്ത് ചെയ്യുക, അതിന് -s പകരം -s കൊടുത്താൽ മാത്രം മതി. അപ്പൊ ഞാൻ അയാളെ ഒന്ന് എടുത്തെഴുതുകയാണേ. s cos s minus sin s by s³ into cos s/2 ഇതാണല്ലോ ഫംഗ്ഷൻ. അപ്പൊ ഞാൻ ഇയാളെ s പകരം -s കൊടുക്കുകയാണ്. s പകരം -s കൊടുക്കണം. -s into cos -s minus sin -s divided by -s the whole cube equal to cos -s/2. കോസ് മൈനസിന് വിഴുങ്ങും. അപ്പൊ ഇവിടെ ഒരു മൈനസ് വരും, -s cos s. ഇവിടെ സൈൻ മൈനസിനെ പുറത്തേക്ക് ഇടും, അപ്പൊ പ്ലസ് സൈൻ s ഡിവൈഡഡ് ബൈ -s³ ആണ്, -s³ ആവും. കോസ് മൈനസിനെ കൊണ്ടുപോകും, ദാറ്റ് വിൽ ബി കോസ് s/2. ഇവിടെ നിന്നൊരു മൈനസ് കോമൺ എടുത്ത് വെട്ടിക്കളയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് s cos s, താഴെയുള്ള മൈനസ് മുകളിലുള്ള മൈനസുമായിട്ട് വെട്ടിക്കളയുമ്പോൾ കിട്ടുന്നത് ഡിവൈഡഡ് ബൈ s³
ഇൻറ്റു കോസ് എസ് ബൈ 2. അതായത് ഈ അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ മൈനസ് കൊടുത്തപ്പോഴും തിരിച്ച് ആ ഫംഗ്ഷൻ തന്നെ തിരിച്ചു വന്നു. അതായത് അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? ഒരു ഈവൻ ഫംഗ്ഷൻ തന്നെയാണ്. അതുകൊണ്ട് ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 2 × 0 to ∞ ആയി മാറും. എസിന് പകരം നമ്മൾ എക്സ് കൊടുക്കുന്നു. എക്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എസ് ക്യൂബ്, സോറി, ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ്. അത് തന്നെ, എസിന് പകരം നമ്മൾ എക്സ് കൊടുക്കുന്നു. ഈ കാര്യം നമ്മൾ മറ്റൊന്നും ചെയ്തായിരുന്നു, ഓർമ്മയുണ്ടോ? എസിന് പകരം എക്സ് കൊടുത്തന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. സംശയമുണ്ടോ അത് എന്തുകൊണ്ടാണെന്ന്? അത്രേ ഉള്ളൂ. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു കോസ് x/2 dx ഇസ് ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത് -3π/8 എന്നാണ്. -3π/8. ഈ 2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് വേണ്ട ആൻസർ ആവും ഇന്റഗ്രൽ 0 to ∞ x cos x minus sin x by x cube into cos x/2 dx is equal to -3π/16. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇയാളെ. അപ്പൊ ഫൈനൽ ആൻസർ ഇസ് -3π/16. ഓക്കെ, ഡൺ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ മറ്റ് പ്രോബ്ലങ്ങളും സിമ്പിൾ ആയി ചെയ്യാവുന്നതേ ഉള്ളൂ. മറ്റ് പ്രോബ്ലങ്ങളും ഇങ്ങനെ തന്നെ സിമ്പിൾ ആയി ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പമുള്ള ഒരു സെക്ഷനാണ്. ഫോർമുല മാത്രം ഉപയോഗിക്കുക ചെയ്യുക. അപ്പൊ ഞാനിവിടെ കൃത്യമായിട്ട് ഉപയോഗിച്ച 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. e⁻i⁻ ഫോർമുല ഉപയോഗിച്ചിട്ടുണ്ട്, e⁻−i⁻ ഫോർമുല ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റേ എന്താണ് സൈനിന്റെ ഈവൻ ഫംഗ്ഷന്റെ ഓഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ബാക്കിയുള്ളവരെയും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ബാക്കിയുള്ള പ്രോബ്ലംസും നിങ്ങൾക്ക് സിമ്പിളായി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുക. ഇപ്പൊ എനിക്ക് ഇമ്പോർട്ടന്റ് ആയി തോന്നുന്ന ചോദ്യങ്ങൾ ഞാൻ അതേപോലെ തന്നെ പ്രോബ്ലമായിട്ട് സോൾവ് ചെയ്ത് ഇടുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ സെക്ഷനിലുള്ള പ്രോബ്ലങ്ങൾ മാക്സിമം പ്രോബ്ലങ്ങൾ ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക.